കഴിഞ്ഞ ആഴ്ച എനിക്ക് വെസ്റ്റ് ബംഗാളിലെ ഒരു ജില്ലയായ മെദിനാപൂരിൽ നിന്ന് ജാർഖണ്ഡിലെ ഒരു ജില്ലയായ ഹസാരിബാഗിലേക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അന്ന് ഷൂട്ട് ചെയ്ത കുറേ വിഷ്വൽസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാണാം. ഗൂഗിൾ പറഞ്ഞനുസരിച്ച് ഏകദേശം 7 hours 13 minutes എടുക്കുന്ന റൂട്ടാണ് ഇത്. ആ റൂട്ട് എങ്ങനെയാണെന്നൊന്ന് പറയാം. മെദിനാപൂർ ടൗണിൽ നിന്ന് നേരെ നമ്മൾ കയറി കഴിയുന്നത് ഏതാണ് NH49 കയറി കഴിഞ്ഞാൽ അത് മുംബൈയിലേക്ക് പോകുന്ന, കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഹൈവേ ആണ്, എക്സ്പ്രസ് ഹൈവേ ആണ്. ഈ ട്രിപ്പിൽ മുഴുവനായിട്ട് നമ്മൾ NH മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് എത്താനായിട്ട്. ചെറിയ റൂട്ടുകളുണ്ട്, പക്ഷേ ടോളുകളില്ലാത്ത റൂട്ടുകളുണ്ടെങ്കിലും നമ്മൾ എടുത്ത റൂട്ടുകൾ വളരെ പെട്ടെന്ന് പോകുന്ന നാഷണൽ ഹൈവേ റൂട്ടുകളാണ്. NH49 നിന്ന് കയറി കഴിഞ്ഞാൽ ബാഗ്രോഗ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്ക് ആ NH49 മാറി NH18 കയറണം. 18 വഴി കുറേയേറെ ദൂരം പോകാനുണ്ട്. അതായത് നമ്മുടെ ജംഷഡ്പൂരൊക്കെ കഴിഞ്ഞ് ഇവർ കാണാം. ജംഷഡ്പൂരൊക്കെ കഴിഞ്ഞ് ഏകദേശം ചണ്ടിൽ എന്ന് പറയുന്ന സ്ഥലം, ചണ്ടിൽ വളരെ ഫേമസ് ആണ്. ചണ്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റിസർവെയറൊക്കെ ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത റോഡ് എന്ന് പറയുന്നത് NH43 പോകണം. NH43 എന്ന് പറയുന്നത് ഏകദേശം റാഞ്ചി സൈഡിലൂടെയൊക്കെയാണ് പോകുന്നത്. റാഞ്ചിക്ക് തൊട്ടടുത്തുള്ള രാംപൂർ എത്തുമ്പോഴത്തേക്ക് NH43 NH20 കയറും. NH20 കുറച്ചേറെ ദൂരം പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 1.5 hours ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹസാരിബാഗിലെത്തും. ഈ റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിലെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ കൊൽക്കട്ട മുംബൈ എക്സ്പ്രസ് ഹൈവേ. 4 വരി പാതയാണ്. വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന എക്സ്പ്രസ് ഹൈവേ തന്നെയാണിത്. റോഡിൻ്റെ 2 വശങ്ങളിലായി ക്യാഷ് ഫ്ലവറിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാഷ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ കാണുന്നില്ലേ? ഇത് ബംഗാളി കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. അത് ഓട്ടത്തിൻ്റെ വരവ് കാണിക്കുന്ന അവരുടെ പൂജ ഉണ്ടല്ലോ, ദുർഗാ പൂജയായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണിത്. നമുക്ക് നമ്മുടെ തുമ്പപ്പൂ പോലെയോ കണിക്കൊന്ന പോലെയോ ഒക്കെ ബംഗാൾ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാൾ ബോർഡറായിട്ടുള്ള ജാഗ്രാം കടന്നു എത്തി, ജാർഖണ്ഡ് കടന്നു. ജാർഖണ്ഡിലെ സ്ഥലമായ ജഗന്നാഥ്പൂർ എത്തിയപ്പോഴേക്കും നമ്മളെ സ്റ്റോപ്പ് ചെയ്തു. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്യിച്ചു. ഒരു വില്ലേജ് ഓഫീസിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അവർ ആൻറ്റിജൻ ടെസ്റ്റിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുത്തത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഇന്ന് നമുക്കൊരു ലഘുഭക്ഷണത്തിന് വേണ്ടി നിർത്താമെന്ന് ആലോചിച്ചപ്പോഴാണ് അടുത്തായി ഒരു ധാബ കണ്ടു. ആ ധാബയുടെ അടുത്തേക്ക് വണ്ടി ഒതുക്കാമെന്ന് കരുതുന്നു. ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള റോഡ് സൈഡ് ധാബയാണിത്. നമുക്കതിനകത്ത് അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫർണിച്ചേഴ്സ് കണ്ടോ, പ്രത്യേകിച്ച് ചെയറുകളൊന്നുമില്ല. ആൾക്കാർ അതിൻ്റെ മുകളിൽ തന്നെ തട്ടുകളിൽ ഫുഡ് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വില്ലേജ് ധാബയാണ്. നമ്മളൊരു വെജ് പക്കോട ഓർഡർ ചെയ്തു. നല്ല കളർഫുള്ളായിട്ടുള്ള പക്കോട വന്നിട്ടുണ്ട്. മേത്തി, ഓണിയൻ, പാലക് തുടങ്ങിയ വെജിറ്റബിൾ സാധനങ്ങളെല്ലാം കൂടെ കടലമാവിൽ വറുത്ത് കോരിയതാണെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവർ തട്ട് കണക്കിന് വാങ്ങി തട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും നമ്മൾ കാർ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് മിക്കവാറും ട്രക്കുകളും ട്രെയിലേഴ്സും ഒക്കെ വന്ന് നിറഞ്ഞിരുന്നു. ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ധാബയാണെന്ന് തോന്നുന്നു ഇത്. NH18 വലതുവശത്ത് വളരെ നിബിഡമായിട്ടുള്ള വനപ്രദേശമാണ്. അതേസമയം ഇടതുവശത്തൂടെയാണ് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നദി ഒഴുകുന്നത്. സുവർണരേഖ എന്ന് പറയുന്ന നദിയാണത്. ഇടതുവശത്ത് അല്പം ദൂരെയായി കുറച്ച് കിലോമീറ്ററുകൾക്ക് അകലെയായി നദി ഒഴുകുന്ന ആ ഒരു ഏരിയ നമുക്ക് കാണാം ഈ ഒരു വിഷ്വൽസിൽ. നമ്മൾ അടുത്ത ഒരു ടോളിനടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വർഷം ജാനുവരിയിൽ ഫാസ്ടാഗ് എല്ലായിടത്തും കമ്പൽസറി ആക്കിയതിന് ശേഷം, ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം കമ്പൽസറി ആക്കിയതിന് ശേഷം എല്ലാ ടോൾസിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള 1-2 ടോൾസ് നമ്മൾ ഓൾറെഡി കടന്നു കഴിഞ്ഞു.
അടുത്തായി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് ഒരു ജാർക്രാഫ്റ്റിനടുത്താണ്. ജാർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് സ്റ്റേറ്റിൻ്റെ സിൽക്ക് ടെക്സ്റ്റൈൽസ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ പേരാണ് ജാർക്രാഫ്റ്റ്. നമ്മുടെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഇല്ലേ, ഖാദി ബോർഡില്ലേ, അതിന് സമാനമായിട്ടുള്ള ജാർഖണ്ഡ് സ്റ്റേറ്റിൻ്റെ കോർപ്പറേഷനാണ് ജാർക്രാഫ്റ്റ്. വളരെ വലിയൊരു ഏരിയയാണ്. ഇവിടെ തന്നെ ലോക്കൽ സ്കിൽസുള്ള ഹാൻഡിക്രാഫ്റ്റ് സ്കിൽസുള്ള ലേബേഴ്സിന് വന്ന് ജോലി ചെയ്യാനും അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിപണനം ചെയ്യാനുമുള്ള അവസരമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഓട് മേഞ്ഞ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ് ഇതിനകത്ത് മുഴുവനുള്ളത്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ വിപണനശാലകളുണ്ട്. തൊഴിലാളികൾക്ക് വന്നിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് നന്നായി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് പോയി നോക്കാം, അവിടെ എന്തൊക്കെ നടക്കുന്നു നോക്കാം. അവിടെ ഇത് നമ്മളിപ്പോൾ കാണുന്നത് ലെതർ പ്രൊഡക്ഷനാണ്. കുറേ തൊഴിലാളികൾ അതിനകത്തിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. നല്ല ഗുഡ് ക്വാളിറ്റി ലെതർ പ്രോഡക്ട്സ് ആണ്. വിലയും വളരെ തുച്ഛമാണ്. അതോടൊപ്പം തന്നെ കെയിൻ പ്രൊഡക്ഷൻ, ചൂരൽ, മുള, ഇവത മുതലായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ തൊഴിലാളികൾ എത്തിയിട്ടില്ല. എങ്കിലും അത്തരം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്ത് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖാദിക്ക് തുല്യമായിട്ടുള്ള നമ്മുടെ കൈത്തറി ഉപകരണങ്ങളും കാണാം. കോവിഡ് ആയതുകൊണ്ടായിരിക്കണം അവർ ലിമിറ്റഡ് ഹവേഴ്സിലാണ്, ഷിഫ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. തൊഴിലാളികൾ പലയിടത്തും എത്തിയിട്ടില്ല. അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർ വിപണനം ചെയ്യുന്നത് ഈ കാണുന്ന തരത്തിലുള്ള ചെറിയ ഔട്ട്ലെറ്റുകളിലാണ്. ചെറിയ ഐസ്ക്രീം പാർലറുകൾ പോലെയുള്ള ഔട്ട്ലെറ്റുകളാണ്. വളരെ മനോഹരമായി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് തുറക്കുമെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. ഇതിന് തൊട്ട് പുറത്തും അകത്തുള്ളതിന് തുല്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനായി ആൾക്കാരുണ്ട്. 1-2 ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ വിലയൊക്കെ അന്വേഷിച്ചു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇവിടെ വളരെ തുച്ഛമായ വിലയ്ക്കാണ് അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കണ്ടതിൽ ഇഷ്ടപ്പെട്ട 2-3 ഐറ്റംസ് ഞാൻ വാങ്ങി. ഇനി അല്പം ദീർഘമായ യാത്രയാണ്. NH18 വളരെ ദീർഘമായ യാത്രയാണ്. റോഡിൻ്റെ 2 വശങ്ങളും കാണാൻ വളരെ മനോഹരമാണ്. 2 സൈഡിലും തിക്ക് ഫോറസ്റ്റ് കാണാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പട്ടണങ്ങളും തോന്നുന്ന രീതിയിലുള്ള സ്ഥലപ്രദേശങ്ങളും കാണാം. നമ്മളിനി പോകുന്നത് ജംഷഡ്പൂരിനടുത്തേക്കാണ്. പക്ഷേ നമ്മൾ സിറ്റി ടച്ച് ചെയ്യാതെ സിറ്റിയുടെ അടുത്തൂടെ അങ്ങ് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ വലതുവശത്ത് കാണുന്ന വളരെ നിബിഡമായ വനപ്രദേശം വളരെ പോപ്പുലറായിട്ടുള്ള ഏരിയയാണ്. ഡാൽമ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ പാർട്ടായി വരുന്ന, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഡാൽമ ഹിൽസ് വളരെ പോപ്പുലറാണ്. വളരെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെയാണ് ഇവിടെ ഉണ്ട്. ജംഷഡ്പൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഈ ഡാൽമ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒരിക്കൽ എന്തെങ്കിലും അവിടെ ഒന്ന് പോകണം. നമുക്കിപ്പോൾ സമയമില്ല. വളരെ ബയോഡൈവേഴ്സിറ്റിക്കും മറ്റും വളരെ പേരുകേട്ട സ്ഥലമാണ് ഡാൽമ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മുടെ നാട്ടിലെ കാണപ്പെടുന്ന ഏഷ്യൻ എലിഫൻറ്റ്സ് അവരുടെ ആവാസ പ്രദേശം തന്നെയാണ് ജാർഖണ്ഡ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ ടിമ്പർ മാഫിയ, തടികടത്ത് സംഘങ്ങളും പോപ്പുലറാണെന്ന് തോന്നുന്നു. നെക്സലൈറ്റ് ഏരിയാസൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. വളരെ പോപ്പുലറായിട്ടുള്ള ദിംന ലേക്ക് ഇവിടെയാണ്. നമ്മൾ ഈ കാണുന്ന വലതുവശം, റോഡിന് വലതുവശത്തായിട്ടാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. അറിയാമല്ലോ, ജംഷഡ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ടാറ്റയുടെ പ്രധാനപ്പെട്ട ഏരിയ ആണ്.
ജംഷഡ്പൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ 2-3 സ്ഥലങ്ങളിലായിട്ട് ലഘുഭക്ഷണത്തിനായി നിർത്തി. മിക്കവാറും യാത്രയിലുടനീളം ലഘുഭക്ഷണങ്ങൾ മാത്രമാണ് കഴിച്ചത്. തവണ ഓംലെറ്റാണ്, എഗ് ഓംലെറ്റ്. ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചിയുടെ അടുത്തേക്കൂടാണ് പോണത്. നമ്മൾ സിറ്റി ടച്ച് ചെയ്യാതെ റാംപൂർ എന്ന സ്ഥലത്തെത്തുമ്പോൾ തന്നെ NH-43 നിന്ന് NH-20 കടന്ന് യാത്ര തുടരുകയാണ്. ഈ വിഷ്വൽസിലെല്ലാം കാണുന്നത് പോലെ തന്നെ വളരെ ഡെൻസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ജാർഖണ്ഡിൻ്റെ മിക്കവാറും നാഷണൽ ഹൈവേസിൻ്റെ 2 സൈഡിലും കാണാം. പ്രധാന കാരണം ഇത് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിൽ വരുന്ന ഒരു ഭാഗമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സദേൺ പാർട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ഡെൻസ് ഫോറസ്റ്റും ഹില്ലി ടോപ്പോഗ്രാഫിയൊക്കെ കാണപ്പെടുന്നത്. ഇടയ്ക്ക് നല്ല മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് കുറേയേറെ വിഷ്വൽസ് എനിക്ക് നഷ്ടമായി. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഗൂഗിൾ പറഞ്ഞതിനേക്കാൾ ഒരു 3 to 4 hours ലേറ്റായാണ് ഞങ്ങൾ ജാർഖണ്ഡിൽ ഒരു ടൗണായ ഹസാരിബാഗിലെത്തിയത്. ഹസാരിബാഗിലെ കഥകൾ പിന്നൊരിക്കൽ ബാക്കി പിന്നെ പറയാം. താങ്ക് യു വെരി മച്ച്.